BJP ഇല്ല, അതറിയാം. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. BJP ആയിരുന്നു. അത് ഞാൻ രാജിവെച്ചത് ഇതിനു മുന്നേ രാജിവെച്ച ആളാണ് ഞാൻ. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഞാൻ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് ജസ്റ്റ് ഒരു എന്താണ്. നമസ്കാരം, ഐബേർഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ അപ്പോൾ പണം ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മതവിദ്വേഷങ്ങളും എന്ത് പരുത്തുന്നിയാലും ശരി, ആര് എന്ത് മതവിദ്വേഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അറിയപ്പെടാനും ശ്രദ്ധിക്കപ്പെടാനും പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. സ്വന്തം മതത്തെ താറടിച്ച് കാണിച്ച് മറ്റൊരു മതത്തിലേക്ക് പോയി അവിടെ നിന്നും പുറത്തേക്ക് ചാടി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ, സ്വന്തം മതത്തെ ഇകഴ്ത്തി കാണിച്ചും കുറ്റം പറഞ്ഞും അതിൽ നിന്നും പുറത്തു ചാടി. ഇയാൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എല്ലാ ജിഹാദികളും മുസ്ലിങ്ങളാണെന്ന, എനിക്ക് അവരെ നന്നാക്കാൻ കഴിയില്ല ഒരിക്കലും, അതുകൊണ്ടാണ് ഞാൻ സ്വയം മാറുന്നത് എന്ന ഇദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്തായി? അവിടെ നിന്നും സഹികെട്ട് രക്ഷയില്ല എന്ന് കണ്ട് തിരിച്ചു ചാടി. ഇക്കരെ നിന്നാൽ അക്കരെ പച്ച എന്ന് പറയുന്നില്ലേ? അക്കരെ ചെന്നാൽ വീണ്ടും വീണ്ടും അക്കരെ നോക്കുമ്പോൾ പച്ച കാണും. അപ്പോൾ ഇക്കരെ നിന്ന് വീണ്ടും അക്കരെ ചാടും. ഇതാണ് ഈ കൂട്ടരുടെ എല്ലാം അവസ്ഥ. ഇപ്പൊ എന്തായാലും പുറത്ത് ചാടിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. എന്തെല്ലാം ചെയ്തു നോക്കി പാർട്ടിക്ക് വേണ്ടി. തല മൊട്ടയടിച്ചു വരെ ചെയ്തു, തല മുണ്ടനം വരെ ചെയ്തു നോക്കി ബെറ്റ് വെച്ചിട്ട്. എന്നിട്ടും എന്തായി? പണത്തിന് വേണ്ടി മാത്രം, പ്രശസ്തി, പണം. BJPയിൽ ഇരിക്കുമ്പോൾ പലരെയും വെല്ലുവിളിച്ചാണ് തല മുണ്ടനം ചെയ്തത്. ഇപ്പോൾ പറയുന്നു ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത്. ഇനിയൊന്നും അങ്ങനെ ഞാൻ ചെയ്യില്ല എന്നാണ്. തല മുട്ടടിയില്ല, വെറ്റുവെക്കലില്ല, അങ്ങനെ ഒന്നും ചെയ്യില്ല. എല്ലാം മനസ്സിലായേ? രാമസിംഹന്റെ
പരാതി എന്താണ് എന്ന് വെച്ചാൽ, BJP-യോടുള്ള പുള്ളിയുടെ പരാതി അവർ കലാകാരന്മാരെ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ്, പരിഗണിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്റ്റേജിൽ കയറ്റി പ്രദർശിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും അവരെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനെയൊന്നുമില്ല. കാരണം എനിക്ക് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് പല കാര്യങ്ങളും എനിക്ക് തുറന്ന് സംവദിക്കേണ്ടി വരും. അതിൽ മറച്ചു വെച്ചിട്ടോ ഒന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ചിന്തിക്കുമ്പം ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നിട്ട് എന്തിനാ നമ്മളത് പറയുന്നത്? അപ്പൊ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഫ്രീഡം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഒരു മനുഷ്യനെ പോലെ പ്രതികരിക്കാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും അതിൽ ഇല്ല. വന്ന കലാകാരന്മാരൊക്കെ തിരിച്ചുപോയി. ഞാൻ വേറെ എവിടേക്കും പോകുന്നില്ല, ഞാൻ വേണ്ടെന്ന് വെച്ചു. ശരിയാ, രാമസിംഹൻ പറയുന്നത് വളരെ സത്യമാ. വന്ന കലാകാരന്മാരെല്ലാവരും തിരിച്ചു പോവാണ്, എല്ലാം ചാടുകയാണ്, BJP-യിൽ നിന്നും പുറത്ത് ചാടുകയാണ്. ഇപ്പോ എന്താ പറയുക, രാജസേനൻ സംവിധായകൻ, ഭീമൻ രഘു നടൻ, ഇവരെല്ലാവരും വലിയ പ്രശസ്തിയെല്ലാം നേടി അല്ലെങ്കിൽ അത് ചിന്തിച്ച് പോയതാണ് അങ്ങോട്ട്. ഇപ്പോൾ തിരിച്ചിരുന്നേ ചാടുകയാണ്. രാജസേനൻ BJP വിട്ടു, അതുപോലെ തന്നെ നടനായ ഭീമൻ രഘു BJP വിട്ടു. ഇവരെല്ലാരും വിട്ട് ചാടിയ ഇടത്തേക്ക് ഫിൽ ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ നമ്മളെ പ്രഗത്ഭനായിട്ടുള്ള നടൻ ഉണ്ണി മുകുന്ദനും പിന്നെ നമ്മുടെ ബഹുമാന്യപ്പെട്ട ആന്റണി സാഹിബിന്റെ, അങ്ങനെ പറയാം, ആന്റണി സാറുടെ മകൻ അങ്ങോട്ട് ചാടി കയറിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താവുമോ? കാരണം ഇവരെല്ലാം ഈ BJP-യിലോട്ട് കയറിയിട്ടില്ലെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ BJP എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് വില പോകുന്നതല്ല. കാരണം അവരുടെ മനസ്സിന്റെ ഉള്ളിലിരിപ്പ്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, വിഷം ചീറ്റുക. ഈ ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമാനും ക്രിസ്ത്യാനിയും എല്ലാ മതങ്ങളും ചേർന്ന് സുന്ദരമായി നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഈ മണ്ണിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വിഷം ചീറ്റി തമ്മിലടിപ്പിക്കുകയും മതവിദ്വേഷം പകർന്ന് ആളുകള് ഒരു തരത്തിൽ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള അവസ്ഥകൾ ചെയ്യുന്ന ഈ BJP-ക്കാരെ ഇവരെ ജനങ്ങൾ വെറുക്കും. ആ പാർട്ടിയിൽ നല്ല ഒരു മനുഷ്യർക്ക് അതിൽ നിൽക്കാൻ കഴിയില്ല. പണവും പ്രശസ്തിയും തേടി ചാടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായി തിരിച്ചു വരേണ്ടി വരെ തന്നെ ചെയ്യും. നമ്മുടെ നാട്ടിൽ എന്ത് ഐക്യവും സമാധാനത്തോടു കൂടി ജീവിക്കുന്നതാണ്. അവിടെ മതവിദ്വേഷം പകർന്ന് ആകെ ആറാടി വിഷം ചീറ്റിയാൽ എങ്ങനെ ജീവിക്കാൻ, അതിൽ നിൽക്കാൻ കഴിയും? എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും ഇന്ത്യ രാജ്യത്ത്? എന്ത് സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ അയൽവക്കത്തും മറ്റുള്ളതൊക്കെ നമ്മൾ ജീവിക്കുന്നത്? ഹിന്ദു മുസ്ലിമാന്റെ വീട്ടിൽ സഹായം ചെയ്യുന്നു, മുസ്ലിം ഹിന്ദുവിന്റെ വീട്ടിൽ, ക്രിസ്ത്യൻ മുസ്ലിന്റെ വീട്ടിൽ, മുസ്ലിം ക്രിസ്ത്യാന്റെ വീട്ടിൽ, എല്ലാം നല്ല ഐക്യത്തോടെയും സ്നേഹത്തോടു കൂടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? സ്വയം നമ്മൾ തന്നെ അടുത്ത് ചിന്തിച്ചു നോക്കൂ. ഇപ്പോഴെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ? പണ്ടത്തെ പോലെയാണോ? എല്ലാവരും അകന്നില്ലേ? അത് കാരണം എന്താണ്? ഈ BJP ആണ്, മറ്റൊന്നുമല്ല. RSS BJP അവരുടെ മനസ്സിന്റെ ഉള്ളിലിരിപ്പ് അതൊരു വേറെയാണ്. അങ്ങനെ നടക്കുമോ ഒരിക്കലെങ്കിലും? ഇങ്ങനെ ഈ നമ്മളെ നാട്ടിലുള്ള ആളുകളുടെ സമാധാനം, സ്വസ്ഥയും സ്നേഹങ്ങളും നഷ്ടപ്പെടുത്തുക എന്നല്ലാതെ സിനിമക്കാർ കുറെ അങ്ങോട്ട് ചാടി പെട്ടെന്ന് വലിയ സംഭവമാവാം, കുറച്ച് പണം ഉണ്ടാക്കാം. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയെല്ലാം പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം, സ്വസ്ഥത ഇല്ല എങ്കിൽ ആ പണം കൊണ്ട് നമുക്ക് എന്താ ഒരു പ്രയോജനം? ഇപ്പോൾ കണ്ടില്ലേ, മറുനാടൻ സാജൻ ഒരുപാട് കോടികൾ സമ്പാദിച്ചു, പലരുടെയും ഇത് വിഷം ചീറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ എന്തായി സാജന്റെ അവസ്ഥ? എന്തായി? കുറെ പണം ഉണ്ടാക്കിയിട്ട് എന്തായി കാര്യം? സ്വസ്ഥതമായി നമുക്കത് യൂസ് ചെയ്യാൻ കഴിയണ്ടേ?
ഞാൻ ഇൻഡിവിജ്വലായിട്ട് എനിക്ക് ജസ്റ്റ് ഒരു എന്താണ് ഈ ഫോണിൽ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചതാണ്, ഒരു സീൻ അഭിനയിക്കാൻ പറഞ്ഞതാണ്, അദ്ദേഹം അത് പറ്റില്ല എന്ന് പറഞ്ഞതാണ്. ഓട്ടടാ സാരമില്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. അത് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നീ ആയിട്ടൊന്നും വേണ്ട. മറ്റേ ചിന്തിക്കേണ്ടത് ഇത് സെൻസർ തരുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. താങ്കളുടെ ഈ ചോദ്യം കേട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. നീ എന്താണ് ഇങ്ങനെ ആയി പോയത്? BJP പ്രവർത്തകൻ എന്ന നിലയിൽ തുടരുന്നുണ്ട്. ഒരു സാധാരണ ഞാൻ പറഞ്ഞ എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു മെമ്പറാണ്, അതിൽ കവിഞ്ഞ് മറ്റൊന്നും തന്നെ ഇല്ല. അമ്മ പോകരുത്, ചിലപ്പോ തെറ്റിപ്പോയതായിരിക്കും, ഒന്നുകൂടെ ചോദിക്കാം. പക്ഷെ താങ്കൾ ഈ അടുത്തിടെ ഭയങ്കര BJP വിമർശനം നടത്തുന്നുണ്ട്. ആരെയും വിമർശിക്കാറുണ്ട് ഞാൻ, കോൺഗ്രസ്സുകാരും വിമർശിക്കാറുണ്ട്. കാരണം ഞാനൊരു വ്യക്തിയാണ്, കലാകാരനാണ്. BJP രാഷ്ട്രീയ പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, അതിന് സംഘടനാ സെറ്റപ്പ് ഉണ്ട്. സിദ്ധനാ, മഹാസിദ്ധൻ. ശരി, എങ്കിൽ കൂടിയും ഒരു കേഡറിന് ഇനി അതല്ല ഞാൻ വിമർശിക്കാൻ കഴിയില്ല. ഞാൻ ചോട്ടെ, അതുകൊണ്ടല്ലേ രാജിവെച്ചത്? ഏത് ആണോ? താങ്കൾ BJP പ്രവർത്തകനാണ് ഇപ്പോഴും. പ്രവർത്തകർക്ക് ചോദ്യം ചെയ്യും. എങ്കിൽ BJP പ്രവർത്തകനാണ് താങ്കൾ. ഇപ്പോഴും അവർക്ക് എന്നെ പുറത്താക്കാലോ. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ? ഇതൊക്കെ വെള്ളം പറയുന്നതാ. താങ്കൾ ഷെയർ ചെയ്യുമ്പോൾ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ഷെയർ ചെയ്യാം. നീ പറഞ്ഞത് ശരിയാ, കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല. പക്ഷെ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ? BJP-യിൽ തുറന്നു പറയാലോ, അവർക്ക് കലാകാരന്റെ ശക്തി എന്താണോ അല്ലെങ്കിൽ കലയുടെ ശക്തി എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ്. വിഷമം പറഞ്ഞാ മതി, മത്തായിച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അത് സത്യം തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായിട്ട് അറിയാം കലാകാരന്റെ വില എന്താണെന്ന്. എന്റെ മകനായതുകൊണ്ട് പറയല്ല, മിടുക്കനാ. അവനാ ഇപ്പൊ കലാക്ഷേത്രത്തിന്റെ ഇൻചാർജ്. BJP-ക്ക് അറിയില്ല, അത് സത്യമാണ്. അങ്ങനത്തെ BJP-യിൽ നിൽക്കാൻ തോന്നുന്നുണ്ടോ? അതായത് ഉത്തമ മനസ്സിലായി. അങ്ങനത്തെ ഒരു BJP-യിൽ കലാകാരനായ രാമസിംഹന് നിൽക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ BJP-യിൽ നിൽക്കുന്നില്ലല്ലോ ഇപ്പൊ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ അതിന്റെ ഒരു മെമ്പർ അങ്ങനെ കൂട്ടിയാൽ മതി. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. മതി, രാവിലെ തന്നെ ബാപ്പ ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടിവെക്കല്ലേ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?